തങ്ങളവരോട് വിനയം കാണിച്ചു. വലിയ വിനയത്തോടുകൂടെയാണ് തങ്ങൾ ജനങ്ങളോട് ബന്ധപ്പെടുന്നത്. വലൗ കുന്ത ഫള്ളൻ ഗലീദൽ ഖൽബി ലംഫളൂ മിൻ ഹൗലിക. അഥവാ തങ്ങളെങ്ങാനും ഭീകരനോ പരുത്ത സ്വഭാവമുള്ള ആളോ കടുത്ത സ്വഭാവമുള്ള ആളോ ജനങ്ങളോട് സ്നേഹം കാണിക്കാത്തവരോ ആയിരുന്നുവെങ്കിൽ ലംഫളൂ മിൻ ഹൗലിക, അവരതാ തങ്ങളെ ചുറ്റുഭാഗത്തു നിന്ന് മാറിപ്പോകുമായിരുന്നു. അഥവാ തങ്ങൾക്കൊറ്റക്കുട്ടിയെയും കിട്ടുമായിരുന്നില്ല എന്ന്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹിഷ്ണുതയും അവിടുത്തെ സൽസ്വഭാവവും അവിടുത്തെ മഹത്വവും അവിടുത്തെ വീക്ഷണവും അതാണ് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചത്. അതുകൊണ്ട് മുദരിസുമാരോടും മുതഅല്ലിമീങ്ങളോടും സാധാരണക്കാരോടുമെല്ലാം നമുക്ക് പറയാനുള്ളത്, നാം നമ്മുടെ വഴിക്ക് നീങ്ങുക, നല്ല നിലക്ക് ചിന്തിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതിനെതിരായി വരുന്ന എല്ലാ കക്ഷികളെയും നാം അവജ്ഞയോടെ തള്ളിക്കളയുക. നേരത്തെ പറഞ്ഞതുപോലെ 40 കോടി ഉറുപ്പിന്റെ പള്ളി ഉണ്ടാക്കുമെന്ന് പറയുമ്പോ ഇവിടുത്തെ ഹൈന്ദവർക്ക് യാതൊരു എതിർപ്പുമില്ല. ഇവിടുത്തെ ഒരു മതസ്ഥനും എതിർപ്പില്ല. പിന്നെ ആർക്കാണ് എതിർപ്പ്? ഏതായാലും ചെറിയ ചെറിയ കുറച്ച് കുട്ടികൾക്ക്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോകോ, നിങ്ങൾ നിങ്ങളെ വഴിക്ക് നടക്കുക, ഞങ്ങൾ ഞങ്ങളെ വഴിക്കും നടക്കും, അത്രേ പറയാനുള്ളൂ. എത്ര കാലമായി, എത്ര കൊല്ലമായി നിങ്ങളിവിടെ സുന്നത്തമായിട്ട് അടിച്ചമർത്താൻ നോക്കുന്നു? ഇതുവരെ നടന്നോ? ഖിയാമത്ത് നാൾ വരെ നടക്കൂല, അതൊരു സംശയം വേണ്ട. വളരെ വ്യക്തമാണ്. അല്ലാഹുവിന്റെ ദീൻ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുർറുഹും മൻ ഖാലഫഹും. ഹഖ് മുറുകെ പിടിച്ചു നിൽക്കുന്ന വിഭാഗം ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതിനെ എതിർക്കാനും അതിനെ തോൽപ്പിക്കാനും അതിനെ തകിടം മറിക്കാനും ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. എത്ര കാലമായി നടക്കുന്നു? നടന്നിട്ട് വല്ല പ്രയോജനവും ഉണ്ടോ? ഒരു പ്രയോജനവുമില്ല. നമ്മൾ 40 കോടി പള്ളി ഉണ്ടാക്കുന്നത് ഒരു വ്യക്തിയോട് 1000 രൂപ, അങ്ങനെ ചില ആളുകൾ ഒരു കുടുംബത്തിൻ്റെത് തന്നു, ചില ആളുകൾ 1 സെന്റിന്റെ വില ഭൂമിക്ക് 1 ലക്ഷം ഉറുപ്പിക വീതം തന്നു, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. മറ്റു ചിലർ ഒരു സുജൂദ് ചെയ്യാനുള്ള ഇടത്തിന് ഉള്ള സ്ഥലം 25,000 ഉറുപ്പിക തരുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അള്ളാഹ്, ഞാനൊരു അഹങ്കാരം പറയല്ല, അഹങ്കാരം പാടില്ല. 2000-ലധികം പള്ളി മർക്കസ് സഖാഫത്തി സുന്നിയ ഇന്ത്യ രാജ്യത്ത് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ആ 2000-ലധികം പള്ളികളിൽ 30 പള്ളി കോഴിക്കോട് സിറ്റിയിൽ. പഴയ കാലത്ത്, ഞാൻ പഠിക്കുന്ന കാലത്ത്, ഒരൊറ്റ പള്ളി കോഴിക്കോട് സിറ്റിയിൽ ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഏരിയയിൽ നമുക്കുണ്ടായിരുന്നില്ല. കൈ നിസ്കരിക്കാൻ കഴിയില്ല. ഇന്ന് 30 പള്ളി നിർമ്മിച്ചു. ആ 30 പള്ളിയിലും ഇന്ന് ജുമാക്ക് ആളുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിട്ട് റോട്ടിൽ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സാധുക്കളോട് പിരിവെടുത്ത് എല്ലാ പാവങ്ങളോടും 1000 കഴിയുന്നവൻ 1000, ലക്ഷക്കാരൻ ലക്ഷം, എത്രയാണോ കഴിയുന്നത്. അൽഹംദുലില്ലാഹ്, ഇപ്പോൾ 30-ാം തീയതി ആ പള്ളിക്ക് തറക്കല്ലിടാൻ ഒരുങ്ങിയെന്ന വിവരം കേട്ടപ്പോൾ തന്നെ
ഗൾഫിൽ നിന്നൊരു സഹോദരൻ ടെലിഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, അവിടുത്തെ വാട്ടർ സപ്ലൈ മുഴുവനും എന്റെ വകയാക്കണം ഉസ്താദേ, അവിടെ എടുക്കുന്ന വെള്ളം മുഴുവനും എന്റെ വകയാണ്, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്യുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ വാതിൽക്കട്ടിൽ തരുന്നവര്, ചുമര് തരുന്നവര്, കല്ല് തരുന്നവര്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് മതിയായിപ്പോയി എന്നല്ല ഞാൻ പറയുന്നത്, ഇനിയും വേണം ഒരു വലിയ പള്ളി ഉണ്ടാക്കുന്നതിന്. അതേ സമയത്ത് 1.25 കോടി ഉറുപ്പിക ചെലവാക്കിയിട്ട് ചാനൽ തുടങ്ങിയിരിക്കണം, അതിനൊരു വിരോധവുമില്ല. ഞാൻ പറഞ്ഞു പോവുകയാണ്, വേദന കൊണ്ട് പറയാ. 1.25 കോടി കൊണ്ട് ചാനൽ തുടങ്ങിയിട്ട് അതിൽ തുള്ളിക്കളിക്കുന്നതിന് യാതൊരു കേടുമില്ല, ഒരബദ്ധവുമില്ല. അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരു പള്ളി ഉണ്ടാക്കുമ്പോഴേക്ക് എന്തിനു മക്കളെ നിങ്ങൾ അതിനു വേണ്ടി 105 കോടിയാ? 105 കോടി, ശരിയാ, 105 കോടി. 105 കോടി, 1.25 കോടിയല്ല, 105 കോടി. അത് കൃത്യമായിക്കോട്ടെ, 105 കോടി. വിരോധമില്ല. നിങ്ങൾ നിങ്ങളെ വഴിക്ക് നീങ്ങിക്കോ, ഞങ്ങൾ ഞങ്ങളെ വഴിക്ക് നീങ്ങും. ലക്കും ദീനുക്കും വലിയ ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അതാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെ ഫിത്നക്കും ഫസാദിനും കലഹത്തിനും ആരും നടക്കാതെ നമ്മുടെ സമുദായത്തിന്റെ, നാടിന്റെ, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുക. ആഖിറത്തിന് വേണ്ടി പ്രത്യേകമായി പ്രവർത്തിക്കുക. അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങേയറ്റം പ്രിയം വെക്കുക. അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്യുക. دعته النصارى في نبيهم واحكم بما شئت مدحا فيه واحتكمي. എന്താണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹിൽ എതിര് കവിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ, നസാറാക്കൾ വാദിച്ചതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ ഇലാഹാണ് എന്ന് വാദിക്കലാണ് അതിര് കവിഞ്ഞ വാദം. അതിന്റെ ഇപ്പുറത്ത് ഫൻസുബ് ഇലാ ദാത്തിഹി മാ ശിഅത മിൻ ശറഫി ഫൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. ഏത് മഹത്വം നീ പറഞ്ഞാലും അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തേക്ക് എത്തുന്നില്ല. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു إذا انشق معروف من الفجر ساطع ران الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. رواه البخاري عن عبد الله بن رواحة. عبد الله بن رواحة رضي الله عنه ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചത് എന്താണ്? തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾ, പരിശുദ്ധ ഖുർആൻ ഓതുന്നവർ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, തതജാഫാ ജുനൂബുഹും അലൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അതിനാ സമയത്ത് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ, ആ നിസ്കരിക്കുന്നവരുടെ നേതാവാണ്, സയ്യിദാണ്, റഈസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ആ നബി തങ്ങളുടെ പ്രവർത്തനം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൽ ഹസന. അല്ലാഹുവിന്റെ റസൂൽ ചെയ്ത മുഴുവൻ പ്രവൃത്തിയിലും നിങ്ങൾക്ക് മാതൃകയുണ്ട്. ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, അവിടെ മഹബത്ത് വെച്ചുകൊണ്ട്, അവിടുത്തെ ആസാറുകളെയും അവിടുത്തെ മുഴുവൻ ബന്ധപ്പെട്ട വസ്തുക്കളെയും സ്വീകരിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. ഇന്നല്ലദീന യുഅ്ദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ. ഈ ആയത്ത് എവിടെയാണ് പറഞ്ഞതെന്നറിയോ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ എന്ന ആയത്തിന്റെ തൊട്ട് പുറകാണ് ഇന്നല്ലദീന യുഅ്ദൂനല്ലാഹ വറസൂലഹു. അല്ലാഹുവിനെയും
അല്ലാഹുവിന്റെ റസൂലിനെയും ഈദാ ചെയ്യുന്നവർ ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, അല്ലാഹു തആല അവരെ ലഅനത്ത് ചെയ്തിരിക്കുന്നു, ദുനിയാവിലും ആഖിറത്തിലും ലഅനത്ത് ചെയ്തിരിക്കുന്നു. അവർക്ക് അങ്ങേയറ്റത്തെ ശക്തമായ അദാബുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ഈദാ ചെയ്യുന്ന ഒരു വാക്ക് പോലും നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും ഉണ്ടാകരുത് കേട്ടോ. റസൂലുള്ളാഹിനെ ഈദാ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മഹത്വങ്ങളെ കുറക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ വാക്ക് വന്നുപോയാൽ അവിടുത്തെ ഈദാ ചെയ്യലാണ്. ഈദാ ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടുകയില്ല, അല്ലാഹു നമ്മളെ പൊരുത്തപ്പെടുകയില്ല, അല്ലാഹു തആല നമ്മളെ അടുപ്പിക്കുകയില്ല. അതുകൊണ്ട് നാം എല്ലാവരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് തമസ്സകൂ ബിദീനില്ലാഹ്, അല്ലാഹു